അധ്യായം 58 സൂറത്തുൽ മുജാദില. മദീനയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 22. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير. തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ താങ്കളോട് തർക്കിക്കുകയും അല്ലാഹുവോട് സങ്കടം ബോധിപ്പിക്കുകയും ചെയ്യുന്നവരുടെ വാക്കുകൾ അല്ലാഹു കേൾക്കുക തന്നെ ചെയ്തിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരുടെയും സംഭാഷണം അല്ലാഹു കേൾക്കുന്നുണ്ടായിരുന്നു. അല്ലാഹു എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാകുന്നു. الذين يظاهرون منكم من نسائهم ما هن أمهاتهم إن أمهاتهم إلا اللائي ولدنهم وإنهم ليقولون منكرا من القول وزورا وإن الله لعفو غفور. നിങ്ങളിൽ നിന്ന് സ്വന്തം ഭാര്യമാരെ ലിഹാർ ചെയ്യുന്നവർ അബദ്ധമാണ് പ്രവർത്തിക്കുന്നത്. ഇവർ ഭാര്യമാർ അവരുടെ മാതാക്കളല്ല, മാതാക്കൾ അവരെ പ്രസവിച്ച സ്ത്രീകൾ മാത്രമാണ്. അവർ പറയുന്നത് തെറ്റായ ഒരു വാക്കും അസത്യവും തന്നെയാണ്. തീർച്ചയായും അല്ലാഹു വളരെ മാപ്പ് ചെയ്യുന്നവനും പൊറുക്കുന്നവനുമാകുന്നു. والذين يظاهرون من نسائهم ثم يعودون لما قالوا فتحرير رقبة من قبل أن يتماسا ذلكم توعظون به والله بما تعملون خبير. തങ്ങളുടെ ഭാര്യമാരോട് ലിഹാർ ചെയ്യുകയും എന്നിട്ട് പറഞ്ഞതിൽ മടങ്ങുകയും ചെയ്യുന്നവർ പരസ്പരം സ്പർശിക്കുന്നതിനു മുമ്പായി ഒരു അടിമയെ സ്വതന്ത്രമാക്കണം. ഇപ്പറഞ്ഞത് മൂലം നിങ്ങൾക്ക് ഉപദേശം നൽകപ്പെടുകയാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നല്ലപോലെ അറിയുന്നവനാണ് അല്ലാഹു. فمن لم يجد فصيام شهرين متتابعين من قبل أن يتماسا فمن لم يستطع فإطعام 60 مسكينا ذلك لتؤمنوا بالله ورسوله وتلك حدود الله وللكافرين عذاب أليم. ഇനി ആർക്കെങ്കിലും അടിമയെ കിട്ടിയില്ലെങ്കിൽ പരസ്പരം സ്പർശിക്കുന്നതിനു മുമ്പായി തുടർച്ചയായി 2 മാസം വ്രതമനുഷ്ഠിക്കണം. ആർക്കെങ്കിലും അതിനും സാധിക്കാതെ വന്നാൽ 60 സാധുക്കൾക്ക് ഭക്ഷണം നൽകണം. അത് ഇങ്ങനെയെല്ലാം വിവരിച്ചു തരുന്നത് നിങ്ങൾ അല്ലാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കാൻ വേണ്ടിയാണ്. അല്ലാഹുവിന്റെ നിയമപരിധികളാണിവ. സത്യനിഷേധികൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ഇന്നല്ലദീന യുഹാദ്ദൂന അല്ലാഹ വറസൂലഹു കുബിതു കമാ കുബിതല്ലദീന മിൻ ഖബ്ലിഹിം وقد أنزلنا آيات بينات وللكافرين عذاب مهين. തീർച്ചയായും അല്ലാഹുവിനോടും അവന്റെ ദൂതനോടും മത്സരം നടത്തുന്നവർ അവർക്ക് മുമ്പുള്ളവർ നിന്ദിക്കപ്പെട്ടതുപോലെ നിന്ദിക്കപ്പെടുന്നതാണ്. വ്യക്തമായ പല ദൃഷ്ടാന്തങ്ങളും നാം അവതരിപ്പിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. സത്യനിഷേധികൾക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ട്. يوم يبعثهم الله جميعا فينبئهم بما عملوا أحصاه الله ونسوه والله على كل شيء شهيد. അവരെല്ലാവരെയും അല്ലാഹു എഴുന്നേൽപ്പിക്കുന്ന ദിവസം അപ്പോൾ അവർ പ്രവർത്തിച്ചിരുന്നതിനെപ്പറ്റി അവർ അറിയിക്കും. അല്ലാഹു അത് കണക്കാക്കി വെക്കുകയും അവരത് മറയ്ക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹു എല്ലാ കാര്യത്തിനും സാക്ഷിയാണ്. ألم تر أن الله يعلم ما
في السماوات وما في الأرض ما يكون من نجوى ثلاثة إلا هو رابعهم ولا خمسة إلا هو سادسهم ولا أدنى من ذلك ولا أكثر إلا هو معهم أينما كانوا ثم ينبئهم بما عملوا يوم القيامة إن الله بكل شيء عليم. ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹു അറിയുമെന്ന് നീ മനസ്സിലാക്കിയിട്ടില്ലേ? മൂന്നാളുകൾ കൂടെ ഗൂഢാലോചന നടത്തുമ്പോൾ അവൻ അവരിൽ നാലാമനായിട്ടല്ലാതിരിക്കില്ല. അഞ്ചാളുകൾ ഗൂഢാലോചന നടത്തുമ്പോൾ അവൻ അവരിൽ ആറാമനായിട്ടല്ലാതെയും ഇരിക്കുകയില്ല. അതിലും താഴെയുള്ളതാകട്ടെ കൂടിയതാകട്ടെ അവർ എവിടെയായിരുന്നാലും ശരി അവരോടൊപ്പം അവൻ ഉണ്ടായിട്ടല്ലാതെ അത് സംഭവിക്കുകയില്ല. അനന്തരം അവർ പ്രവർത്തിച്ചതിനെപ്പറ്റി അന്ത്യനാളിൽ അവൻ അവരെ വിവരമറിയിക്കും. തീർച്ചയായും അല്ലാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ശരിക്കും അറിയുന്നവനാകുന്നു. ألم تر إلى الذين نهوا عن النجوى ثم يعودون لما نهوا عنه ويتناجون بالإثم والعدوان ومعصية الرسول وإذا جاءوك حيوك بما لم يحيك به الله ويقولون في أنفسهم لولا يعذبنا الله بما نقول حسبهم جهنم يصلونها فبئس المصير. നിങ്ങളൊരു കൂട്ടരെ കണ്ടില്ലേ? ഗൂഢാലോചന നടത്തുന്നതിനെക്കുറിച്ച് അവർ നിരോധിക്കപ്പെട്ടതിലേക്ക് അവർ വീണ്ടും മടങ്ങുന്നു. പാപവും അതിക്രമവും റസൂലിനോടുള്ള അനുസരണക്കേടും കൊണ്ട് അവർ പരസ്പരം ഗൂഢാലോചന നടത്തുന്നു. താങ്കളുടെ അടുത്ത് വന്നാൽ അല്ലാഹു അഭിവാദ്യം ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് താങ്കളെ അവർ അഭിവാദ്യം ചെയ്യുന്നു. നാം ഈ പറയുന്നതിന് അല്ലാഹു നമ്മെ ശിക്ഷിക്കാത്തത് എന്തുകൊണ്ടെന്നാണ് അവർ തമ്മിൽ ചോദിക്കുന്നു. നരകം അവർക്ക് മതി, അതിലവർ കിടക്കും. വളരെ ചീത്തയായ മടക്കസ്ഥലം തന്നെ അത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തനാജയ്തും ഫലാ തതനാജൗ ബിൽ ഇസ്മി വൽ ഉദ്വാനി വമഅസിയത്തിർ റസൂലി വതനാജൗ ബിൽ ബിർരി വത്തഖ്വാ وتناجوا بالبر والتقوى واتقوا الله الذي إليه تحشرون. സത്യവിശ്വാസികളെ, നിങ്ങൾ അന്യോന്യം രഹസ്യ സംഭാഷണം നടത്തുകയാണെങ്കിൽ പാപവും അതിക്രമവും റസൂലിനോടുള്ള ധിക്കാരവും കൊണ്ട് നിങ്ങൾ രഹസ്യ സംഭാഷണം നടത്തരുത്. നന്മ കൊണ്ടും തഖ്വ കൊണ്ടും നിങ്ങൾ രഹസ്യ സംഭാഷണം നടത്തുക. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുക. അവങ്കലേക്കാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. إنما النجوى من الشيطان ليحزن الذين آمنوا وليس بضارهم شيئا إلا بإذن الله وعلى الله فليتوكل المؤمنون. തീർച്ചയായും ആ ഗൂഢാലോചന പിശാചിൽ നിന്നുള്ളത് തന്നെയാണ്. സത്യവിശ്വാസികളെ ദുഃഖിപ്പിക്കാൻ വേണ്ടിയാണത്. അല്ലാഹുവിന്റെ അനുമതി കൂടാതെ അതവർക്ക് ഒട്ടും ഉപദ്രവം ചെയ്യുന്നതല്ല. അതുകൊണ്ട് സത്യവിശ്വാസികൾ അല്ലാഹുവിന്റെ മേൽ ഭരമേൽപ്പിച്ചുകൊള്ളട്ടെ. യാ അയ്യുഹല്ലദീന ആമനൂ إذا قيل لكم تفسحوا في المجالس فافسحوا يفسح الله لكم وإذا قيل انشزوا فانشزوا يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير.
സത്യവിശ്വാസികളെ, സദസ്സുകളിൽ സൗകര്യം ചെയ്യുക എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ സൗകര്യം ചെയ്യുക. എന്നാൽ അല്ലാഹു നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തരുന്നതാണ്. നിങ്ങൾ നന്മയിലേക്ക് എന്ന് പറയപ്പെട്ടാൽ നിങ്ങൾ എഴുന്നേൽക്കുക. എന്നാൽ നിങ്ങളിൽ നിന്നുള്ള സത്യവിശ്വാസികളെയും അറിവ് നൽകപ്പെട്ടവരെയും അല്ലാഹു പല പടികൾ ഉയർത്തുന്നതാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങളെപ്പറ്റി അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. أيها الذين آمنوا إذا ناجيتم الرسول فقدموا بين يدي نجواكم صدقة ذلك خير لكم وأطهر فإن لم تجدوا فإن الله غفور رحيم. സത്യവിശ്വാസികളെ, നിങ്ങൾ റസൂലുമായി രഹസ്യ സംഭാഷണം നടത്താൻ ഉദ്ദേശിച്ചാൽ നിങ്ങളുടെ രഹസ്യ സംഭാഷണത്തിന് മുമ്പായി എന്തെങ്കിലും ഒരു ദാനധർമ്മം ചെയ്യുക. അത് നിങ്ങൾക്ക് ഉത്തമവും കൂടുതൽ ശുദ്ധീകരണവുമാണ്. ഇനി ദാനം ചെയ്യാനൊന്നും കിട്ടിയില്ലെങ്കിൽ അല്ലാഹു ഏറ്റവും പൊറുക്കുന്നവനും പരമകാരുണികനുമാകുന്നു. أأشفقتم أن تقدموا بين يدي نجواكم صدقات فإذ لم تفعلوا وتاب الله عليكم فأقيموا الصلاة وآتوا الزكاة وأطيعوا الله ورسوله والله خبير بما تعملون. നിങ്ങളുടെ രഹസ്യ സംഭാഷണത്തിന് മുമ്പായി ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾ ദാരിദ്ര്യം ഭയപ്പെടുന്നുണ്ടോ? എന്നാൽ നിങ്ങളത് ചെയ്യാതിരുന്നാൽ അല്ലാഹു അതിനെപ്പറ്റി വിട്ടുവീഴ്ച ചെയ്തു തന്നിട്ടുണ്ട്. നിങ്ങൾ നിസ്കാരം നിർവഹിക്കുകയും സക്കാത്ത് കൊടുക്കുകയും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുകയും ചെയ്യുക. നിങ്ങളുടെ പ്രവർത്തനങ്ങളെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. ألم تر إلى الذين تولوا قوما غضب الله عليهم ما هم منكم ولا منهم ويحلفون على الكذب وهم يعلمون. അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരായ ഒരു ജനതയുമായി മൈത്രീബന്ധം സ്ഥാപിച്ചവരെ താങ്കൾ കണ്ടില്ലേ? അവർ നിങ്ങളിൽപ്പെട്ടവരും ആ ജനതയിൽപ്പെട്ടവരുമല്ല. അറിഞ്ഞുകൊണ്ട് തന്നെ അവർ അസത്യത്തിന്റെ പേരിൽ സത്യം ചെയ്യുന്നു. أعد الله لهم عذابا شديدا إنهم ساء ما كانوا يعملون. അല്ലാഹു അവർക്ക് കഠിനമായ ശിക്ഷ ഒരുക്കി വെച്ചിരിക്കുന്നു. അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ ചീത്ത തന്നെ. اتخذوا أيمانهم جنة فصدوا عن سبيل الله فلهم عذاب مهين. അവർ തങ്ങളുടെ സത്യങ്ങളെ ഒരു മറയാക്കിയിരിക്കുകയാണ്. അങ്ങനെയവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടഞ്ഞിരിക്കുന്നു. തന്നിമിത്തം അവർക്ക് അപമാനകരമായ ശിക്ഷയുണ്ട്. لن تغني عنهم أموالهم ولا أولادهم من الله شيئا أولئك أصحاب النار هم فيها خالدون. അവരുടെ സ്വത്തുക്കളോ സന്താനങ്ങളോ അവരിൽ നിന്ന് അവരുടെ ശിക്ഷ തടയാനൊട്ടും പ്രയോജനപ്പെടുകയില്ല. അവർ നരകക്കാരാണ്. അതിലവർ ശാശ്വതവാസികളായിരിക്കും. يوم يبعثهم الله جميعا فيحلفون له كما يحلفون لكم ويحسبون أنهم على شيء ألا إنهم هم الكاذبون. അവരെല്ലാവരെയും അല്ലാഹു പുനർജീവിപ്പിക്കുന്ന ദിവസം അപ്പോൾ നിങ്ങളോട് സത്യം ചെയ്തിരുന്നത് പോലെ അല്ലാഹുവിനോടും അവർ സത്യം ചെയ്യും. തങ്ങൾ വിജയകരമായ ഒരു സംഗതിയിലാണെന്ന് അവർ കരുതുകയും ചെയ്യുന്നു. അറിയുക, തീർച്ചയായും അവർ തന്നെയാണ് കളവ് പറയുന്നവർ. استحوذ عليهم الشيطان فأنساهم ذكر الله أولئك حزب الشيطان ألا إن حزب الشيطان هم الخاسرون.
പിശാച് അവരെ കീഴടക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ അവർക്കവൻ വിസ്മരിപ്പിച്ചു. പിശാചിന്റെ പാർട്ടിയാണവർ. അറിയുക, പിശാചിന്റെ പാർട്ടിക്കാർ തന്നെയാണ് നഷ്ടക്കാർ. ഇന്നല്ലദീന യുഹാദ്ദൂന അല്ലാഹ വറസൂലഹു ഉലൈക ഫിൽ അദല്ലീൻ. അള്ളാഹുവോടും അവന്റെ റസൂലിനോടും ശത്രുത പുലർത്തുന്നവർ ഏറ്റവും നിന്ദരായവരുടെ കൂട്ടത്തിലായിരിക്കും തീർച്ച. കതബല്ലാഹു ലഅഗ്ലിബന്ന അന വറുസുലി ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്. തീർച്ചയായും ഞാനും എന്റെ ദൂതന്മാരും വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. തീർച്ചയായും അള്ളാഹു ശക്തനും അജയ്യനുമാണ്. لا تجد قوما يؤمنون بالله واليوم الآخر يوادون من حاد الله ورسوله ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم أولئك كتب في قلوبهم الإيمان وأيدهم بروح منه ويدخلهم جنات تجري من تحتها الأنهار خالدين فيها رضي الله عنهم ورضوا عنه أولئك حزب الله ألا إن حزب الله هم المفلحون. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ഒരു ജനത അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും മത്സരിക്കുന്നവരുമായി സ്നേഹബന്ധം പുലർത്തുന്നതായി താങ്കൾ കാണുകയില്ല. അവർ ആ ജനതയുടെ പിതാക്കളോ പുത്രന്മാരോ സഹോദരന്മാരോ കുടുംബക്കാരോ ആയിരുന്നാലും ശരി, അവരുടെ ഹൃദയങ്ങളിൽ അവൻ സത്യവിശ്വാസം രേഖപ്പെടുത്തുകയും തന്റെ പക്കൽ നിന്നുള്ള ഒരു ആത്മാവ് കൊണ്ട് അവൻ അവരെ ബലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. താഴ്ഭാഗത്തുകൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളിൽ അവൻ അവരെ പ്രവേശിപ്പിക്കും. അവരതിൽ ശാശ്വതവാസികളായിരിക്കും. അള്ളാഹു അവരെ സംബന്ധിച്ചും അവർ അവനെ സംബന്ധിച്ചും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ പാർട്ടിയാണവർ. അറിയുക, തീർച്ചയായും അള്ളാഹുവിന്റെ പാർട്ടി തന്നെയാണ് വിജയികൾ.